ഈ ന്യൂജൻ കാലത്ത് ന്യൂജൻ ഭാഷയും അങ്ങ് കയറി പെരുകുകയാണ്. കഴിഞ്ഞ ദിവസം വന്ന പത്രത്തിൽ കണ്ട വാർത്ത ഇങ്ങനെയാണ്: പാർലമെൻറ്റിലും ഡെലൂലു. എന്താ ഡെലൂലു? യാഥാർത്ഥ്യബോധമില്ലാത്ത ചിന്താഗതി എന്നർത്ഥം. അപ്പോൾ പെട്ടെന്ന് ഡെലൂലു എന്ന് പറഞ്ഞാൽ ന്യൂ ജെൻ അല്ലാത്ത ഒരാളിന് മനസ്സിലാകുമോ? ഇന്നത്തെ പത്രത്തിലാണെങ്കിൽ ഇങ്ങനെയാണ് വാർത്ത: ആയങ്കിയെ പൊക്കി, ടി ജിയെ തൂക്കി. പൊക്കിയെന്ന് പറഞ്ഞാൽ പൊക്കിയെടുത്തെന്നല്ല, ആളുടെ കസ്റ്റഡിയിലെടുത്തുന്നതാണ്. മറ്റേ ടി ജി മോഹൻദാസിനെയും തൂക്കിയെന്ന് പറഞ്ഞാൽ എടുത്തു, അയാളെ ഇങ്ങോട്ട് പൊക്കി കൊണ്ടുപോയി എന്നാണ്. അപ്പം ഇങ്ങനെ ഒട്ടേറെ വാക്കുകൾ വന്നിരിക്കുന്നത് കൊണ്ട് എന്നെപ്പോലുള്ളവർക്ക്, എല്ലാവർക്കും ഒന്നും ഞാൻ പറയുന്നില്ല, ന്യൂജൻ കുട്ടികൾക്ക് പ്രയാസമൊന്നുമില്ല. അവർക്ക് ഗൂഗിൾ ചെയ്യാതെ തന്നെ ഈ വാക്കുകളുടെ അർത്ഥമൊക്കെ അറിയാൻ പറ്റും. പക്ഷെ എന്നെപ്പോലുള്ളവരെന്ത് ചെയ്യും? സാമ്പ്രദായികമായ രീതിയിൽ ഒന്ന് പഠിച്ചു വന്ന ഞങ്ങൾ കവിതയിലൊക്കെ വളരെ പ്രയാസകരമായ ചില കൺസ്ട്രക്ഷനിൽ വരുന്ന വാക്കുകൾ കണ്ടുപിടിക്കാൻ എന്താ ചെയ്തിരുന്നത്? ഞങ്ങൾ ഡിക്ഷണറി നോക്കും. അപ്പോൾ ഒന്ന് മുറിയും വായന, എങ്കിലും ഡിക്ഷണറിയിലേക്ക് പോകും. ഒരുപാട് പേരുടെ ഡിക്ഷണറികളുണ്ട്. ഗുണ്ടത്തിൻ്റെ നിഘണ്ടുകൾ, പഴയ വാക്കുകളൊക്കെയാണ് ഗുണ്ടത്തിൻ്റെ നിഘണ്ടുകൾക്ക് ആണ് കൂടുതലുള്ളത്. പിന്നെ നമ്മുടെ ശ്രീകണ്ഠേശ്വരം പത്മനാഭപിള്ളയുടെ നിഘണ്ടുണ്ട്, സി മാധവൻ പിള്ളയുടെ നിഘണ്ടുണ്ട്. അങ്ങനെ ഒട്ടേറെ നിഘണ്ടുണ്ട്. സംസ്കൃതമാണ് കാണിപ്പയ്യറിൻ്റെ നിഘണ്ടു നോക്കും ഞങ്ങൾ. അങ്ങനെയൊക്കെയാണ് അന്ന് ചെയ്തിരുന്നത്. ഇപ്പം എന്താ സ്ഥിതി? ന്യൂജൻ വാക്കുകൾ കയറി പത്രഭാഷയിൽ അങ്ങ് പെരുമാറുകയാണ്. ഈ അടുത്ത ദിവസം ഇറങ്ങിയ ഒരു മാതൃഭൂമി വാരികയിൽ ന്യൂജൻ ഭാഷയെക്കുറിച്ച് തന്നെ ഒരു ലേഖനം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് കുറേ വാക്കുകൾ എനിക്ക് കിട്ടിയത്. നിങ്ങൾക്ക് നോക്കാവുന്നതേ ഉള്ളൂ. ഞാൻ എഴുതി വച്ചിരിക്കുന്നത് കൊണ്ട് ഞാനെന്നൊക്കെ നോക്കിയൊക്കെ പറഞ്ഞു പോകും. എനിക്ക് എല്ലാറ്റിൻ്റെ അർത്ഥമൊന്നും ശരിക്കും അറിയില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ അതുകൊണ്ട് എന്തു ചെയ്യും? ഞാൻ ആ ലിസ്റ്റ് ചെയ്തു. നമുക്ക് ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു നോക്കാം. ഇനി ഈ വാക്കുകളെല്ലാം നിങ്ങൾ കാണാൻ പോകുന്ന പത്രഭാഷയിലാണ്. പത്രഭാഷയും കഴിഞ്ഞിട്ട് പിന്നെയും പോകാൻ സാധ്യതയുള്ളത് നമ്മുടെ ദൃശ്യമാധ്യമങ്ങളിലാണ്. ടി വിയിൽ ഈ വാക്കുകൾ പറഞ്ഞു തുടങ്ങും. AR എന്നാണ് പറയുക എന്ന് നമുക്കറിയില്ല. ഏതായാലും അപ്പോൾ ഇതിനു മുമ്പ് തന്നെ കുറേ ന്യൂജൻ വാക്കുകൾ ഞാൻ കേട്ടിരുന്നു. അതിലൊന്ന് ചെത്തി എന്നാണ്. ചെത്തുക എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ധരിച്ചിരിക്കുന്നതിന് കള്ളി എത്താൻ വേണ്ടി ചെത്തുകാരൻ തെങ്ങിൽ കയറുന്നതും അവിടെ ചെന്നിട്ട് കൊല ചെത്തി മാറ്റുന്നതും ഒക്കെയല്ലേ നമ്മളുടെ മനസ്സിൽ വരുന്നത്. ആ അർത്ഥമൊക്കെ പോയി. അവനൊരു പുതിയ വണ്ടി വാങ്ങി, അവൻ ചെത്തി നടക്കുകയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കും? അതിപ്പോൾ ഒരു സാധാരണ വാക്കായിരിക്കുകയാണ് ചെത്തി നടക്കുക. മറ്റൊന്ന് അടിപൊളി. അടിപൊളി എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ഗംഭീരമായിരിക്കുന്നു എന്നാണ്, അത് വളരെ നന്നായിരിക്കുന്നു എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. വാക്കിൻ്റെ അർത്ഥമല്ല, വാക്കിൻ്റെ അർത്ഥം അവർ കൊടുത്തിരിക്കുന്നത് അടിപൊളി. അങ്ങനെ ഒട്ടേറെ വാക്കുകളാണ് മലയാളത്തിൽ കയറി ഇപ്പോൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ ഒരു ലിസ്റ്റ് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഇത് എഴുതി വച്ചിരിക്കുന്നതുകൊണ്ട് എനിക്ക് ഈ നോക്കി പറയാൻ പറഞ്ഞു. വാട്ട് ഈസ് കുക്കിംഗ്? കുക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണോ? എന്താണ് പ്രശ്നമെന്ന് കുട്ടികൾ ചോദിക്കുകയാണ്. മറ്റൊന്ന് വോക്ക്, സാമൂഹ്യ ബോധമുള്ള അവസ്ഥ. ഞാൻ ആകെ പെട്ടുപോയി. പിന്നെ അടുത്തത് റിസ്, ഒരാളെ ആകർഷിക്കാനുള്ള കഴിവിനെയാണ് റിസ് എന്ന് പറയുന്നത്. ഇക്ക് ബ്രോ, പെട്ടെന്ന് ഒരാളോട് തോന്നുന്ന വെറുപ്പാണ് ഇക്ക് ബ്രോ. ഡെലൂലു, യാഥാർത്ഥ്യബോധമില്ലാത്ത ചിന്താഗതി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 30-ാം തീയതിയത്തെ മാതൃഭൂമി പത്രത്തിൽ കൊടുത്തിരിക്കുന്ന പാർലമെൻറ്റിലും ഡെലൂലു എന്നാണ്, വലിയ ഹെഡിങ്ങിലാണ്. അപ്പോൾ ഡെലൂലു എന്താണെന്ന് നോക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഉടനെ അല്ല, ന്യൂജനാണെങ്കിൽ അവന് പ്രശ്നമില്ല. യാഥാർത്ഥ്യബോധമില്ലാത്ത ചിന്താഗതി പാർലമെൻറ്റിലും വന്നിരിക്കുന്നുവെന്ന് നമ്മൾ
അവൻ മനസ്സിലാക്കും. നമ്മൾ ഉടനെ തന്നെ ഗൂഗിൾ എടുക്കുന്നു, ഗൂഗിൾ ചെയ്യുന്നു, ഡെലുവിൽ വന്ന് എഴുതുന്നു, എന്നിട്ട് നോക്കുന്നു. അങ്ങനെയല്ലേ പറ്റൂ. അപ്പോൾ ഇനി നിങ്ങളെങ്കിലും, എന്നെ കേൾക്കുന്ന നിങ്ങളെങ്കിലും ഒരു വാക്ക് കേട്ടിട്ട് മനസ്സിലാവുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോകുന്നതിന് മുമ്പ് ഇത് ഓർത്തിരുന്നാലും മതി. അടുത്തത് ഡെലുവിൽ എന്ന് പറഞ്ഞല്ലോ, സിഗ്മ, സ്വതന്ത്രനും ശാന്തനും ശക്തനുമായ വ്യക്തി. കരിസ്മ, ആകർഷണീയത. കരിസ്മ എല്ലാവരും കേട്ട് കാണും. പിന്നെ ഉള്ളത് ഇൻസൽ. ഇൻസൽ എന്ന് പറഞ്ഞാൽ താല്പര്യമുണ്ടായിട്ടും പ്രണയിനിയെ കിട്ടാത്തവൻ, അവനെ ഇൻസൽ എന്നാണ് വിളിക്കുന്നത്. ഒരാൾക്ക് പ്രേമിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ടേ, പക്ഷേ അയാൾക്ക് പെൺകുട്ടിയെ കിട്ടുന്നില്ല. അങ്ങനെയുള്ള പറയുന്ന പേരാണ് ഇൻസൽ. മറ്റൊന്ന് മാനോസ്പിയർ, ആൺകോയ്മയിൽ അഭിരമിക്കുന്ന കൂട്ടായ്മ. ജോയ് ഓഫ് ലോഗിങ്, ഓൺലൈൻ ലോകത്ത് നിന്ന് വിട്ടു നിൽക്കുന്നതിൻ്റെ സന്തോഷത്തെക്കുറിച്ചാണ് ജോലോ എന്ന് പറയുന്നത്. ലോൽ, പകരം തലയോട്ടിയിലെ ഇമേജ്. ഐ ആം ഡെഡ്, ഞാൻ ചിരിച്ച് മരിച്ചു എന്നൊക്കെ ഈ ലോൽ എന്ന് കേട്ടാൽ നമ്മൾ മനസ്സിലാക്കിക്കോണം. മറ്റൊന്ന് സ്ലേ, തകർത്തു, പൊളിച്ചടുക്കി എന്നൊക്കെ. അപ്പോൾ ഇനി മാതൃഭൂമി വരാവുന്ന ഒരു വാർത്ത നമുക്ക് പറഞ്ഞു നോക്കാം. പാർലമെൻറ്റിൽ സ്ലേ, പാർലമെൻറ്റിൽ പൊളിച്ചടുക്കിയെന്ന്. ഗോസ്റ്റ്, അവൻ എന്നെ ഗോസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രണയബന്ധം അവസാനിപ്പിച്ചെന്നു. ഞാനുമായിട്ടുള്ള പ്രണയബന്ധം അവൻ അവസാനിപ്പിച്ചിരിക്കുന്നു, അതാണ് ഗോസ്റ്റ് ചെയ്യുക. ഫ്ലെക്സ്, പുതിയ വണ്ടി വാങ്ങി അവൻ വല്ലാതെ ഫ്ലെക്സ് ചെയ്യുകയാണ്. അപ്പോൾ നേരത്തെ ഞാൻ പറയില്ലേ ചെത്തി നടക്കുന്നെന്ന്, അതിന് പകരമുള്ളൊരു വാക്ക് ഇറങ്ങിയിട്ടുണ്ട്. ബേസ്ഡ്, അവൻ്റെ മറുപടി വളരെ ബേസ്ഡായിരുന്നു. ഇങ്ങനെ ഒട്ടേറെ വാക്കുകളാണ് ഈ നമ്മുടെ ജെൻസി കുട്ടികൾ മലയാളത്തിനും എല്ലാ ഭാഷയ്ക്കും സംഭാവന ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് പഴയതുപോലെ നിങ്ങൾ വായനയുടെ ലോകത്ത് ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ കാണുമ്പോൾ ഡിക്ഷണറി തപ്പിപ്പോയാൽ, ഡിക്ഷണറി എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ച മാധവൻ പിള്ളയുടെയും മറ്റേ ഇവിടെ ശ്രീകണ്ഠേശ്വരത്തെ ഡിക്ഷണറി തപ്പിപ്പോയാൽ അതിൻ്റെ അത് കാണുകയില്ല. ഇപ്പം ന്യൂജൻ വാക്കുകൾ നിങ്ങൾക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ചെയ്യണം, അതല്ലെങ്കിൽ എയുടെ ചാറ്റ് ബോട്ടിൽ പോകണം. അവിടെ എന്ത് ചോദ്യത്തിന് ഉത്തരവുണ്ട്. അപ്പോൾ ഇതൊക്കെ മാറിയ കാലത്തിൻ്റെ പ്രത്യേകതകളാണ്. അതുകൊണ്ട് ബി കെയർഫുൾ. നിങ്ങൾ 80 വയസ്സുണ്ടല്ലേ, 80 വയസ്സുകാരനാണ് യാതൊരു രക്ഷയില്ല. 60 വയസ്സ് കഴിഞ്ഞുള്ളോ കുഴപ്പമില്ല, നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയം ഇനിയുമുണ്ട്. താങ്ക് യു.